മാംഗല്യസൂത്രം ഭാഗം 20. ഹലോ കൂട്ടുകാരെ, അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായില്ലേ സ്റ്റോറീസ് ഒന്നും ഇല്ലാത്തത്. അത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടാണ് കേട്ടോ സ്റ്റോറി ഒന്നും ഇല്ലാണ്ടിരുന്നത്. ഇനി അങ്ങോട്ടേക്ക് സ്റ്റോറി പഴയതുപോലെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് സ്റ്റോറി കേൾക്കണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. കല്യാണത്തിന് ഇനി ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. വലിയ ആർഭാടമൊന്നും ഇല്ലാതെ സിമ്പിൾ മാരേജ്. അത് രണ്ട് വീട്ടുകാരും ആദ്യമേ തീരുമാനിച്ചിരുന്നു. ആദ്യം അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് താലികെട്ട്, പിന്നീട് ഒരു ഹാളിൽ വെച്ചിട്ട് ഒരു ചെറിയ റിസപ്ഷൻ. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അനുവും കാശിയും പരസ്പരം മനസ്സിലാക്കി. അവർക്കുള്ളിലെ പ്രണയം അവർ തിരിച്ചറിഞ്ഞു. പരസ്പരം പിരിയാൻ കഴിയാത്ത വിധം അടുത്തിരുന്നു. അവരുടെ പാസ്റ്റ് അതും മറന്നു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞതെല്ലാം മറന്ന് പരസ്പരം സ്നേഹിച്ചൊന്നിച്ച് ജീവിക്കാൻ അവർക്ക് അതിയായ മോഹം തോന്നി. ഇന്നാണ് രണ്ട് വീട്ടുകാരും കൂടി ഡ്രസ്സ് പർച്ചേസിങ്ങിന് പോകുന്നത്. തലേന്ന് തന്നെ കാശി അനുവിനോട് വിളിച്ചു പറഞ്ഞിരുന്നു അവളെ കൂട്ടാൻ അവൻ വരുമെന്ന്. വീട്ടുകാർ വേറെ വണ്ടിയിൽ വരട്ടെ. അങ്ങനെ നാളെ കാണാനുള്ള തിടുക്കത്തിലായിരുന്നു രണ്ടുപേരും. ഇപ്പോൾ രണ്ടുപേരും പരസ്പരം പ്രണയിക്കാൻ തുടങ്ങിയപ്പോൾ എത്ര സംസാരിച്ചിട്ടും കണ്ടിട്ടും മതിയാവാത്തത് പോലെയാണ് അവർക്ക്. പിറ്റേന്ന് രാവിലെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കാശി ഗിഫ്റ്റ് കൊടുത്ത ഒരു ലൈറ്റ് യെല്ലോ കളർ സാരിയാണ് അവളെടുത്തത്. കാശി പ്രത്യേകം പറഞ്ഞിരുന്നു അതുടുക്കാൻ. അതുകൊണ്ട് ഡ്രസ്സ് ചെയ്യാൻ അവൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായില്ല. സിമ്പിളായി അവളും ഒരുങ്ങി. കാശിയും അവൾക്ക് മാച്ചിങ്ങായി യെല്ലോ ടീഷർട്ടും ബ്ലൂ ജീൻസുമാണ് ഇട്ടത്. അങ്ങനെ അവനെ ബുള്ളറ്റിലും വീട്ടുകാർ കാറിലുമായി ഷോപ്പിങ്ങിന് ഇറങ്ങി. കാശി നേരെ അനുവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവളോടൊപ്പമുള്ള യാത്രകളിൽ അവൻ ബുള്ളറ്റാണ് ഉപയോഗിക്കുന്നത്. അവൾക്കും അതാണ് ഇഷ്ടം. അവൻ അവളുടെ വീട്ടിലെത്തിയതും കണ്ടു തന്നെ കാത്തു നിൽക്കുന്നവളെ. അവളെ കണ്ടതും അവന് കണ്ണെടുക്കാനായില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു അവൾ ആ സാരിയിൽ. അവൻ്റെ നോട്ടം കണ്ടതും അവളൊന്ന് പിടഞ്ഞുപോയി. പെട്ടെന്ന് തന്നെ അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് ബുള്ളറ്റിൽ കയറി അവനെ ഇറുകെ പുണർന്നിരുന്നു. അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ പെണ്ണെ, ഇങ്ങനെ ഇരുന്ന് എൻ്റെ കൺട്രോൾ കളയോ നീ? ഒന്ന് പോയേ കാശിയേട്ടാ. അവൾക്ക് നാണം കൊണ്ട് മുഖം ചുവന്നു. എല്ലാവരും പോയില്ലേ, അവർ നമ്മളെ കാത്തേൽക്കും, നമുക്കും പോകാം എന്നവൾ അവനോട് പറഞ്ഞു. ഇപ്പം പോവാം. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമോളെ, അപ്പം ഞാൻ നിന്നെ വിടില്ല. ഇപ്പം പോവാം. അങ്ങനെ അവർ യാത്ര തുടർന്നു. അവർ അവിടെ എത്തുമ്പോഴേക്കും രണ്ട് വീട്ടുകാരും അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സാരി നോക്കി തുടങ്ങി. അധികം നോക്കാതെ തന്നെ അനുവിനുള്ള സാരി കിട്ടി. അത് സെലക്ട് ചെയ്തതും കാശിയാണ്. ഓറഞ്ച് ആൻഡ് ഗോൾഡൻ കളർ കസവ് വരുന്ന കാഞ്ചീപുരം പട്ടുസാരിയാണ് എടുത്തത്. പിന്നീട് രണ്ട് വീട്ടുകാർക്കുള്ളതും എടുത്തു. അത് കഴിഞ്ഞ് കാശിക്കുള്ള ഡ്രസ്സും എടുത്തു. ഗോൾഡൻ ജുബ്ബയും വൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ മുണ്ടും എടുത്തു. അത് കഴിഞ്ഞ് റിസപ്ഷന് വേണ്ടി ഡ്രസ്സ് നോക്കി. റിസപ്ഷന് വേണ്ടി ലെഹങ്കയാണ് അനുവിനെ നോക്കിയത്. ലാവൻഡർ കളർ ലെഹങ്കയാണ് എടുത്തത്. അതിന് മാച്ചായി കാശിക്ക് സ്യൂട്ടാണ് എടുത്തത്. ഇതെല്ലാം കാണുമ്പോൾ രണ്ട് വീട്ടുകാർക്കും നല്ല സന്തോഷമായിരുന്നു. കാരണം അവരുടെ പാസ്റ്റിൽ അവർ അനുഭവിച്ചതിനെക്കുറിച്ച്. ഇനിയെങ്കിലും അവർ സന്തോഷത്തോടെ അവർക്ക് നല്ലൊരു ജീവിതം മരണം വരെ കൊടുക്കണമെന്ന് അവരൊന്നടങ്കം പ്രാർത്ഥിച്ചു. ഡ്രസ്സ് എടുത്തപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. അതുകൊണ്ട് ആദ്യം അവർ പോയി ഫുഡ് കഴിച്ചു. എന്നിട്ട് താലിമാല എടുക്കാനായി പോയി. അനു ആദ്യമേ കാശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ താലിയും മാലയും മതിയെന്ന്. അവനും അത് തന്നെയായിരുന്നു താല്പര്യം. അങ്ങനെ ചെറിയ സിമ്പിൾ ചെയിനും അതിന് യോജിക്കുന്ന ചെറിയ താലിയും എടുത്തു. അതുകൂടാതെ കല്യാണത്തിൻ്റെ അന്നിടാൻ കാശിനാഥൻ എന്ന് പേരുവത്തിയ ലോക്കറ്റോട് കൂടിയ വലിയ ചെയിനും എടുത്തിരുന്നു. അത് കാശിയുടെ അമ്മയുടെ നിർബന്ധപ്രകാരമായിരുന്നു. പിന്നീട് കാശിക്കും ഇടാനുള്ള മാലയും അനുവിൻ്റെ വീട്ടുകാരെടുത്തു. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് അവർ മടങ്ങി. അപ്പം തന്നെ നേരെ ഒരുപാട് വൈകിയിരുന്നു. കാശി തന്നെയാണ് അനുവിനെ തിരിച്ച് വീട്ടിലാക്കിയതും. പിന്നീട് ആകെ കല്യാണ തിരക്കായി. തുടരും.